ഓക്കെ. അഡ്വക്കേറ്റ് വി പി രാധാകൃഷ്ണൻ, നേരത്തെ ഈ CAG റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുൻപ് തന്നെ പ്രതിപക്ഷം ഉയർത്തിയിരുന്നതാണ് വലിയ അഴിമതിയാണ് ഈ PPE കിറ്റിൽ നടന്നിരിക്കുന്നത് എന്ന്. അന്ന് പറഞ്ഞിരുന്നത് അത്യാവശ്യ സാഹചര്യം നേരിടാനുള്ള നടപടി എന്ന് വിശദീകരിച്ച സർക്കാരും ഭരണ നേതൃത്വവും പിടിച്ചു നിന്നു. പക്ഷേ ഈ CAG റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി എല്ലാ വാദങ്ങളും പൊളിയുകയല്ലേ? സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതാണോ ഈ CAG റിപ്പോർട്ട്? നോക്കൂ, ഇപ്പോ പുറത്തു വന്നിരിക്കുന്നത് കേരള സംസ്ഥാനത്തിലെ പബ്ലിക് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഹെൽത്ത് സർവീസസ് സംബന്ധിച്ച 2016 മുതൽ 22 വരെ കാലയളവിലേക്കുള്ള റിപ്പോർട്ടാണ്. ഇതിനു മുമ്പ് ഇത് സംബന്ധിച്ച ഒരു ഇടക്കാല റിപ്പോർട്ട് പുറത്തു വന്നതും ആ കാലത്ത് ഇത് സംബന്ധിച്ച ഒരുപാട് ചർച്ചകൾ നമ്മുടെ നാട്ടിൽ നടന്നതുമാണ്. ഇതില് എനിക്ക് തോന്നുന്നത് ഈ സർക്കാർ സമ്മർദ്ദത്തിലാക്കി CAGയുടെ ആരോഗ്യ ഓഡിറ്റ് എന്നുള്ളൊരു ഹെഡ്ലൈനെ സംബന്ധിച്ച്, തലക്കെട്ടിനെ സംബന്ധിച്ച് സമ്പത്ത് ഇവിടെ പരാമർശിക്കുകയുണ്ടായി. എനിക്ക് തോന്നുന്നത് ഈ തലക്കെട്ട് തയ്യാറാക്കിയത് ഈ ഒരു വിഷയത്തിൽ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ഈ PPE കിറ്റ് സംബന്ധിച്ച കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ഈ CAG റിപ്പോർട്ടിൽ മറ്റു പല ഒബ്സർവേഷനുകളും വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ അഴിമതി എന്നുള്ളൊരു ഫ്ലേവർ ചേർന്നതുകൊണ്ട് ഇത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ PPE കിറ്റിനെ പറ്റി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ അഴിമതി നടന്നു എന്ന് പറയണമെങ്കിൽ, അഴിമതി എന്ന് ടെക്നിക്കൽ ടേമിൽ പറഞ്ഞ അഴിമതി തന്നെ ആയിരിക്കാം. നമുക്ക് അർഹതപ്പെട്ടതിലും അധികം അല്ലെങ്കിൽ അവകാശപ്പെട്ടതിലും അധികം തുക കൊടുത്തിട്ട് ഒരു സാധനം വാങ്ങുന്ന അഴിമതി എന്നുള്ള ഡെഫിനേഷനിൽ വന്നേക്കാം. പക്ഷെ അതേ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സർക്കാരിന് ചില സർക്കാർ സംവിധാനങ്ങൾക്ക് ചില ബെനിഫിറ്റ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും കോവിഡ് പോലുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പൊ പറഞ്ഞത് ശൈലജ ടീച്ചർ പറഞ്ഞൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. പണം കുറച്ച് കാണിച്ചിട്ട് കോട്ട് ചെയ്ത ആളുകൾക്ക് ഇത്രയും ബൾക്കായിട്ട് ഇതുപോലുള്ള PPE കിറ്റുകൾ സപ്ലൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് അന്വേഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. അപ്പൊ അത്തരത്തിലൊരു അന്വേഷണം നടത്തി അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല, ഗുണനിലവാരത്തെ പറ്റി ഉറപ്പുവരുത്താനുള്ള സാഹചര്യം അന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പെട്ടെന്ന് അത് നടന്നെന്ന് വരില്ല. പക്ഷേ ഇതുപോലുള്ള കപ്പാസിറ്റിയുള്ള കമ്പനി ആണോ അല്ലയോ എന്നുള്ള കാര്യമൊക്കെ വിലയിരുത്തി അത് സംബന്ധിച്ച് ഒരു തീരുമാനമെടുത്ത് സർക്കാർ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഓർഡർ കൊടുത്തതാണെങ്കിൽ നമുക്ക് ഈ കാര്യത്തെ പറ്റി മനസ്സിലാക്കാം. അത് സർക്കാർ തന്നെയാണ് അത് സംബന്ധിച്ചുള്ള എക്സ്പ്ലനേഷൻ നൽകേണ്ടത്. പിന്നെ അതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് PPE കിറ്റ്, ഈ പറഞ്ഞതുപോലെ ലക്ഷക്കണക്കിന് PPE കിറ്റ് വാങ്ങിയതിൽ 15,000 PPE കിറ്റ് സംബന്ധിച്ച റിപ്പോർട്ട് മാത്രമാണ് അല്ലെങ്കിൽ ഓർഡർ മാത്രമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ബാക്കിയുള്ള PPE കിറ്റ് സംബന്ധിച്ച് ഇതുപോലുള്ള അഴിമതി ആരോപണം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ 15,000 PPE കിറ്റുകൾ ഓർഡർ ചെയ്തതിൽ ഇറഗുലാരിറ്റി ഉണ്ട് എന്നുള്ള കാര്യമാണ് CAG റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അത് നേരത്തെ ശ്രീ സമ്പത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ 151 അനുച്ഛേദ പ്രകാരം നമ്മുടെ സ്റ്റേറ്റ് സർക്കാരിന് ഗവർണർ കയ്യിൽ കൊടുത്തിട്ട് ഗവർണർക്ക് റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം അത് ലെജിസ്ലേച്ചറിന്റെ അല്ലെങ്കിൽ നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചതാണ്. ഇത് സംബന്ധിച്ച വിശദമായ ചർച്ചകൾ നടക്കട്ടെ. അപ്പൊ അഴിമതി ഉണ്ട് എന്നുള്ളത് ഓഫ്കോഴ്സ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആരോപിക്കാനുള്ള ഒരു സാഹചര്യം അതിലുണ്ട് എന്നുള്ളത് സമ്മതിക്കാതെ വയ്യ. അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയം, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെയുണ്ട്. പക്ഷേ അത് വരും ദിവസങ്ങളിൽ വരട്ടെ. ഇപ്പൊ പറഞ്ഞതുപോലെ ലോകായുക്തയിൽ ഇത് സംബന്ധിച്ച കേസ് നിലവിലുണ്ട്. ഇത് സംബന്ധിച്ച കാര്യങ്ങൾ കൂടുതൽ തെളിവുകൾ അവിടെ വരട്ടെ. ആ സമയത്ത് ഈ കമ്പനി ഇത്രയും റിലയബിൾ ആയ കമ്പനി ആണെങ്കിലും അവരെ ഒഴിവാക്കി മറ്റൊരു കമ്പനിക്ക് കൊടുത്തു എന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഇത് ഗുരുതരമായ അഴിമതി തന്നെയാണ് എന്ന് പറയേണ്ടി വരും. പക്ഷെ ഇതോടൊപ്പം ചേർത്ത് ചർച്ച ചെയ്യേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. CAG ചൂണ്ടിക്കാണിച്ചത് നമ്മുടെ ഇന്നത്തെ കേരളത്തിലെ ആരോഗ്യ രംഗം എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് CAG ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. നമ്മൾ പറയുന്നത് ഇപ്പോൾ ആ കോവിഡ് കാലത്തൊക്കെ അമേരിക്കയിൽ നിന്ന് പോലും ആളുകൾ ഇവിടെ എങ്ങനെയാണ് കോവിഡ് സംബന്ധിച്ച കൺട്രോൾ അല്ലെങ്കിൽ നിയന്ത്രണം നടത്തിയത് എന്ന് വിളിച്ചു ചോദിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ്. അത് സർക്കാർ തന്നെ വളരെ അഭിമാനപൂർവ്വം നമ്മുടെ മുമ്പിൽ വെച്ച കാര്യമാണ്. പക്ഷേ CAG റിപ്പോർട്ടിൽ നോക്കുന്ന സമയത്ത് ഇവിടെ ആവശ്യത്തിനുള്ള മാൻ പവർ ഇല്ല, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ വളരെ പൂർ കണ്ടീഷനിലാണ് എന്നുള്ള കാര്യം, പിന്നെ മരുന്ന് സംബന്ധിച്ച ദൗർലഭ്യം, മരുന്നിന്റെ സപ്ലൈ വിതരണത്തിലുള്ള ദൗർലഭ്യം ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിന് മരുന്നില്ല, മറ്റു മെഡിക്കൽ കോളേജുകളിൽ ആവശ്യത്തിന് മരുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യം CAG റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇന്ത്യൻ പബ്ലിക് ഹെൽത്ത് സ്റ്റാൻഡേർഡ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന സേവനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നൽകുന്നില്ല. പിന്നെ നമ്മൾ വളരെ അഭിമാനത്തോടു കൂടി പറയുന്നതാണ് കേരളത്തിൽ ചികിത്സ സംബന്ധിച്ച് സർക്കാർ സംവിധാനങ്ങൾ വളരെ ശക്തമായതുകൊണ്ട് ചികിത്സാ ചെലവിൽ വരുന്ന കുറവ് തുടങ്ങിയ കാര്യങ്ങൾ. പക്ഷേ CAG റിപ്പോർട്ടിൽ പറയുന്നത് പെർ ക്യാപിറ്റ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ, ഓരോ വ്യക്തിയും ചെലവാക്കുന്ന ചികിത്സയ്ക്ക് വേണ്ടി ചെലവാക്കുന്ന തുകയിൽ നമ്മുടെ രാജ്യത്ത് 2ാം സ്ഥാനത്താണ് കേരളം. നമ്മുടെ രാജ്യത്ത് 2ാം സ്ഥാനം
അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എത്രത്തോളം എഫക്റ്റീവ് ആണ് നമ്മുടെ ആരോഗ്യരംഗം എന്നുള്ളത് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന ഓഫർ ചെയ്യുന്ന പല സേവനങ്ങളും വേണ്ട രീതിയിൽ നമ്മുടെ സംസ്ഥാനത്തിൽ നടപ്പിലാക്കപ്പെടുന്നില്ല. ഇപ്പൊ PM ജൻ ആരോഗ്യ യോജന, അത് സംബന്ധിച്ച ഇൻഷുറൻസ് ക്ലെയിമുകൾ അത് സമയത്ത് നൽകുന്നില്ല. ഈ PMJAY ഇൻഷുറൻസ് സ്കീം പ്രകാരമുള്ള ജില്ലാതല ഓഫീസർമാരെ ഇവിടെ അപ്പോയിന്റ് ചെയ്തിട്ടില്ല. ഇതുപോലുള്ള രോഗികൾക്ക് നൽകേണ്ട സൗകര്യങ്ങളിൽ വീഴ്ച, ജോലിക്കാരുടെ റേഷ്യോ കുറവ്, ഡോക്ടേഴ്സിന്റെ റേഷ്യോ കുറവ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ CIG പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇതുപോലൊരു ഒരു ഒരു തലക്കെട്ട് നൽകിയത് ഈ കാര്യങ്ങളെല്ലാം കൂടി കണക്കിലെടുത്തിട്ടുകൊണ്ടാണ്. കാരണം നമ്മൾ വളരെ അഭിമാനത്തോടു കൂടി ഇന്ത്യയുടെ മുമ്പിൽ പ്രസന്റ് ചെയ്ത ആരോഗ്യരംഗത്ത്, കേരളത്തിന്റെ ആരോഗ്യരംഗത്ത് ഇത്രയധികം പോരായ്മകളുണ്ട് എന്ന് CIG ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. അതിൽ നമ്മൾ PPE കിറ്റിന്റെ ഒരു കാര്യം മാത്രം അത് അത്ര പ്രധാനമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിന്റെ എക്സ്പ്ലനേഷൻ വരുന്നിടത്തോളം മറ്റു കാര്യങ്ങൾ ഇതിലും പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു തലക്കെട്ട് വന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് എന്നും ഞാൻ കരുതുന്നു.